പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഞാൻ ഒരു സെറ്റിൽ അഭിനയിക്കാൻ ചെന്നിട്ട് എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. രാത്രി വന്നിട്ട് ഒരാളെ മണിയടിച്ച് വാതിൽ തട്ടി. സാറേ സാറേ വാതിലോർക്കടി അച്ചുവേട്ടനാണ് കീലേരി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കും. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്തൊരു സാധനം തരാനായിരുന്നു പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞു. ഞാൻ ഇങ്ങനെ പല്ല് തുറന്ന് പല്ല് വെച്ചോണ്ട് ഒരാള് ചാടി കൊണ്ട് കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി? എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. ഞാൻ പല്ല് വെച്ചോണ്ടിരിക്കുക. ഞാൻ അപ്പൊ ഇങ്ങനെ തന്നെ നിന്നു. അപ്പൊ അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി. തുറന്നിട്ട് അപ്പൊ ഞാൻ തുപ്പട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പോയി. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കൊടുക്കരുത്. ഞാൻ കോടമാകത്തോട് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞു. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ്. എനിക്ക് വൈകുന്നേരം 7 മണിക്ക് വണ്ടിയുള്ളൂ. ഞാൻ 2 മണിക്ക് പാക്ക് ചെയ്ത് റിസപ്ഷനിൽ പോയി ഇങ്ങനെ ഇരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പറഞ്ഞു. കാരണം എനിക്ക് ആ റൂം ഞാൻ വിറ്റു. കാരണം എങ്ങാനും കേറി വരുമോ എന്നൊരു പേടി. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം. അല്ലെങ്കിൽ ചിലപ്പോ വരൂലായിരിക്കും, പക്ഷെ പേടി. ഒരു കയ്യബദ്ധം മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.